ചേട്ടാ, കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് നമ്മുടെ കേരളത്തിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആദിത്യ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ മരണത്തിന്റെ ആ ഒരു സമയം തൊട്ട് ഇതുവരെ ആ മരണത്തിന്റെ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ആ പെൺകുട്ടി ഫോളോ ചെയ്യുന്ന ഒരു ബ്ലാക്ക് വെൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതാണ് തുടക്കം മുതൽ ഇപ്പോഴും ഏറെ ദുരൂഹതകൾ ഉണർത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഫോളോ ചെയ്തിരുന്നതിൽ 3 അക്കൗണ്ട് ഈ പെൺകുട്ടി തന്നെ കൊറിയൻ ബ്രാൻഡിൻ്റെ നെയിം വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? ഈ ജനുവരി 24-ാം തീയതിയാണ് നമ്മുടെ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് തിരുവാങ്കുളത്ത് ഒരു പാറമടയിൽ ആദിത്യ എന്ന് പറയുന്ന 16 വയസ്സുകാരി തൻ്റെ ജീവൻ അവസാനമായിട്ട് ഉപേക്ഷിച്ചത്. ഇതിലേക്ക് നയിച്ച കാരണമെന്ന് അക്കാലത്ത് ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നത്, ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊറിയൻ സുഹൃത്തുണ്ടായിരുന്നു. ഇയാളൊരു സംഗീതജ്ഞനായിരുന്നു. ഇയാളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടിൽ മനം നൊന്താണ് ഈ പെൺകുട്ടി പാറമടയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ആത്മഹത്യ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് ഈ കൊറിയൻ കൾച്ചറിനോടും കൊറിയൻ സംഗീതത്തോടും കൊറിയൻ ഭാഷയോടുമൊക്കെ ഭ്രമമുള്ള ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള കൊറിയൻ വേവിനോടുള്ള ആരാധന മൂത്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയായിട്ട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങ് കേരളത്തിൽ ഇത്തരമൊരു ആത്മഹത്യ നടക്കുമ്പോൾ അതിൻ്റേതായ ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അതിനുശേഷം ഈ കഴിഞ്ഞ ഇടെയാണ് നമ്മുടെ ഉത്തർപ്രദേശിലെ നോയിഡയിൽ 3 സഹോദരികൾ, 16 വയസ്സ്, 14 വയസ്സ്, 12 വയസ്സ് മാത്രം പ്രായമുള്ള 3 പെൺകുട്ടികൾ, അവരുടെ പിതാവ് അവരുടെ കൊറിയൻ പ്രേമത്തോട് വിമുഖത കാണിക്കുന്നു, തങ്ങളുടെ താല്പര്യത്തോട് പിതാവ് എതിര് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ താമസിച്ചിരുന്ന 9-ാം നിലയിലെ ഒരു ഫ്ലാറ്റിലെ 9-ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ ഒരു സംഭവം നമ്മുടെ രാജ്യത്തെ ആകെ ഞെട്ടിച്ചതാണ്. അതിനുശേഷമാണ് ഈ ഒരു പെൺകുട്ടിയുടെ മരണവും കൂടുതൽ കാര്യക്ഷമമായി ഇതിലൊരു കൊറിയൻ ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കബളിപ്പിച്ച് പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷിക്കാനൊരു പുതിയൊരു ടീം ഈ എറണാകുളം റൂറൽ SP ആയിട്ടുള്ള കെ സുദർശൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം തയ്യാറാക്കുകയും ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചു വരികയുമാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നതിന് വീട്ടുകാർക്കടക്കം ഒരു എതിർപ്പ്, കാരണം അന്വേഷണം നേരായ വഴിയിലല്ല പോകുന്നതെന്നുള്ളൊരു രീതിയിലായിരുന്നു വീട്ടുകാരുടെ അടക്കം പ്രതികരണങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീട്ടുകാരുടെ അഭ്യർത്ഥന കൂടി മാനിച്ച് ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ചുമതല എറണാകുളം റൂറൽ SP കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണാണ് ഇതിലെ നിർണായകമായിട്ടുള്ള തെളിവ്. ഈ ഫോണും അതുപോലെ തന്നെ സ്കൂൾ ബാഗും ഈ ഒരു 4 പേജോളമുള്ള ആത്മഹത്യാക്കുറിപ്പും ഈ കരയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി പാറമടയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തത്. ഈ 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലും പല കൊറിയൻ വരികൾ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഈ ആത്മഹത്യാക്കുറിപ്പിലെ പല വരികളിലും ഒരു കൊറിയൻ സുഹൃത്ത് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതിപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് നടത്തിയ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അതായത് ആദിത്യ എന്നാണ് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് അയച്ചിരിക്കുന്ന മെസ്സേജുകളിൽ പലതും ഈ ആത്മഹത്യക്ക് തൊട്ട് മുൻപ് ഈ പെൺകുട്ടി തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിക്കവർ ചെയ്തതിന് ശേഷമേ ഇത്തരത്തിലൊരു രണ്ടാമതൊരാൾ ഈ കേസിലേക്ക് പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായകമായ ശക്തിയായി മാറിയിരിക്കുന്ന ഒരാൾ ഈ കേസിലേക്ക് കടന്നു വരൂ എന്ന് പോലീസിനറിയാം. അങ്ങനെയാണ് അയാൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലിലേക്ക് പോലീസ് പോകുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇത് കൊറിയൻ സുഹൃത്ത് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് പെൺകുട്ടിയുടെ ഫോണ് FSL ഈ ഫോറൻസിക്കിൻ്റെ ലാബോറട്ടറിയിൽ പരിശോധന നടത്തിയതിൽ നിന്ന് ഇങ്ങനെ ഒരു സുഹൃത്ത് ആ പെൺകുട്ടിക്ക് ഇല്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കെല്ലാം ഈ ബ്ലാക്ക് വെനം എന്ന് പറയുന്ന അക്കൗണ്ട് ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഒരു സുഹൃത്താണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വെനം അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്ന ഒരേ ഒരാൾ ഈ ആദിത്യ മാത്രമാണ്. ഇയാളെ ഒരു ഏകദേശം 80ഓളം ആളുകൾ ഈ ബ്ലാക്ക് വെനം എന്ന് പറയുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇയാളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് പ്ലാറ്റിപ്പസ് എന്നാണ്. ഇയാൾ ആണാണോ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇങ്ങനൊരു അക്കൗണ്ട് രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്, അല്ലാതെ കൊറിയയിൽ നിന്നല്ല. അപ്പോൾ ഒരു കൊറിയൻ സുഹൃത്ത് ഇക്കാര്യത്തിൽ ഉണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഒരു കൊറിയൻ സുഹൃത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. കാരണം ഇപ്പോൾ ധാരാളമായിട്ട് സൈബർ ക്രൈമുകൾ ഫേക്കായിട്ട് ഈ അക്കൗണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് കൗമാരക്കാരികളായ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി ഒരു പ്രണയബന്ധമായിരിക്കും, വൈകാരികമായിട്ടുള്ളൊരു അഫക്ഷനിലേക്ക് പെൺകുട്ടികളെ വലിച്ചിഴച്ചുകൊണ്ട് അതിലൂടെ അവരെ ചൂഷണം ചെയ്ത് പിന്നീട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ധാരാളം സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കേസ് ആദ്യം പറഞ്ഞൊരു സംഭവം, നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറയുന്ന നിവിൻ നായകനായ ഒരു സിനിമ, അതിനകത്ത് സാങ്കല്പികമായിട്ട് താൻ ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരു യുവാവിനെ
ആ ഒരു സൗഹൃദം ഫേസ്ബുക്കിനപ്പുറമായി ഇയാളെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു സാങ്കല്പിക വ്യക്തിയെ കാണാനായിട്ട് ചെന്നൈ നഗരത്തിലേക്ക് എത്തുന്ന ഒരു കഥയാണ് നമ്മുടെ വടക്കൻ സെൽഫി എന്ന് പറയുന്ന സിനിമ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഒരു മരണപ്പെട്ട ആളുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെ ഈ പെൺകുട്ടിയെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നൊരു സംഭവമാണ് ഈ കഥയുടെ ഇതിവൃത്തം. അതിന് സമാനമായിട്ടുള്ള പല കേസുകളും നമ്മുടെ കേരളത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. 26 വയസ്സുകാരിയായ ഒരു കോട്ടയം സ്വദേശിനി ഇത്തരത്തിൽ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തൊരു സംഭവം അടുത്ത കാലത്താണ് നമ്മളൊക്കെ കേട്ടത്. നമ്മുടെ 2021 മുതൽ 2025 സെപ്റ്റംബർ വരെ നമ്മുടെ കേരളത്തിൽ മാത്രം ഏകദേശം 41ഓളം പെൺകുട്ടികളാണ് ഈ സൈബർ ക്രൈമുകളെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഇവരെ പ്രണയക്കെണിയിൽപ്പെടുത്തി അതിനുശേഷം ഇവരെ അവഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള പല രീതികൾ, ഒരുപക്ഷെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിരിക്കാം, അതുമല്ലെങ്കിൽ പല ലൈംഗിക താല്പര്യങ്ങളായിരിക്കാം. ഇങ്ങനെ കെണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേസുകൾ നമ്മുടെ കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ വളരെ വ്യാപകമായിട്ട് വളരെ കർശന സ്വഭാവത്തോടെയാണ് പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ കൊറിയൻ ഭ്രമത്തെക്കുറിച്ച് ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത്, ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം ഈ ഇങ്ങനൊരു കൊറിയക്കാരനല്ല എങ്കിൽ പോലും ഈ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ കൊറിയൻ ഭ്രമത്തിനെ കുറിച്ച് കൂടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. നമ്മുടെ ഈ കൊറിയൻ വേവ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം 1990കളിലാണ് കൊറിയയുടെ സംസ്കാരവും കൊറിയൻ കലകളുമൊക്കെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊറിയൻ ഗവൺമെൻറ് തന്നെയാണ് ഈ ഒരു വലിയ പണച്ചിലവോടുകൂടി ഒരു സംഭവം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ആഗോള വ്യാപകമായിട്ട് ഈ ഒരു സംഭവം ഈ കൊറിയൻ കലകളും സംസ്കാരവും ഭാഷയുമൊക്കെ പരിപോഷിപ്പിക്കപ്പെട്ടു, കാരണം പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ്, കാരണം അവരുടെ ശരീരപ്രകൃതിയും മുഖസാദൃശ്യവും ഒക്കെ ഈ കൊറിയക്കാരോടുള്ള സാമ്യം കൊണ്ട് അവിടെ വളരെ വേഗം ഈ കൊറിയൻ സംസ്കാരം വ്യാപകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. നമ്മുടെ ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊറിയക്കാരനെ ഒരു പങ്കാളിയായിട്ടുള്ള മണിപ്പൂർ സ്വദേശിനി വധിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിവിങ് റിലേഷനുകളൊക്കെ ഈ കൊറിയക്കാരുമായിട്ട് ഇവർ താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സംഭവം കൂടി പറയാം. തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് ഈ കഴിഞ്ഞ 2024 3 പെൺകുട്ടികൾ കൗമാരക്കാരാണ്. ഇവർ നേരെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോളിലേക്ക് എത്തണം. അവിടെ തങ്ങളുടെ ആരാധനാ പുരുഷന്മാരായ അല്ലെങ്കിൽ ആരാധനാപാത്രമായ BTS എന്ന് പറയുന്ന കൊറിയൻ സംഗീത ബാൻഡിനെ കാണുക എന്ന ലക്ഷ്യത്തോടെ ഈ 3 പെൺകുട്ടികളും ഇവരുടെ കുടുക്ക പൊട്ടിച്ചെടുത്ത 14,000 രൂപ മാത്രവുമായി ഇവർ നേരെ കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്നു. അങ്ങനെ ഇവരെ കാണാതാകുന്നു. നാട്ടിലും സ്കൂളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നു. ഇവരെങ്ങോട്ട് പോയി എന്നറിയില്ല. പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇവർ നേരെ ചെന്നൈയിലെത്തി. ചെന്നൈയിലൊരു റൂം വളരെ പ്രയാസപ്പെട്ടാണ്, കാരണം 3 കൗമാരക്കാരായ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു റൂം കൊടുക്കാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു റൂം സംഘടിപ്പിച്ച് അവിടെ ഇവരുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണത്ത് നിന്നോ അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖത്ത് നിന്നോ എങ്ങനെയെങ്കിലും സോളിലേക്ക് കടക്കുക. അവിടെ കാത്തിരിക്കുന്ന ഒരു സ്വപ്ന ലോകമാണ് ഇവരെ ആകർഷിച്ചത്. എന്നാൽ അങ്ങനെ പോകുന്നത് അത്ര പ്രായോഗികമല്ല, കാരണം ഇവർക്ക് പാസ്പോർട്ട് പോലും ഇല്ലാതെ ഏകദേശം 14,000 രൂപ മാത്രമായി ചെന്നൈയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയൊന്നും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പിറ്റേ ദിവസം ഇവർ ചെന്നൈയിൽ നിന്ന് നേരെ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. അങ്ങനെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവർ ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ട്രെയിൻ വിട്ടുപോകുന്നു. അങ്ങനെ അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടിയ ഈ പെൺകുട്ടികളുടെ അടുക്കലേക്ക് വന്ന RPF ആണ് ഇങ്ങനെ ഇപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 3 പെൺകുട്ടികളുടെ തിരോധാനത്തിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളാണ് ഇങ്ങനെ ദക്ഷിണ കൊറിയയിലേക്ക് പോകാനായിട്ട് വണ്ടി കയറി അവരുടെ സ്വപ്നം വിഫലമായി തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുന്ന വേളയിൽ ഇവരെ കണ്ടെത്തുന്നതും തിരിച്ച് ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ കൊറിയൻ ആകർഷണം മൂലം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കൗമാരക്കാരിയുടെ ആത്മഹത്യയിലും ഈ കൊറിയൻ ഭ്രമം ആത്മഹത്യയിൽ കൊണ്ടുചെന്ന് എത്തിച്ച കാരണമൊക്കെയാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആദിത്യ എന്ന 16 വയസ്സുകാരി എങ്ങനെയാണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു കൊറിയക്കാരനില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഈ ഒരു ഫേക്കായിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആരാണ്, അങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും മാത്രം ആ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി പോലീസ് അന്വേഷണം നടക്കേണ്ടിയിരിക്കും. എന്തായാലും വെറുതെ പഠനത്തിൽ സാധാരണ ഈ ഇത്തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ കാരണം പഠനത്തിൽ താല്പര്യമില്ല, മാർക്ക് കുറഞ്ഞു, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്നൊക്കെയാണ് കാരണമായിട്ട് പറയാറുള്ളത്. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു ആത്മഹത്യയാണ്. ഇതിലെ കടന്നു വന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ വ്യക്തി ആരാണെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അത് കൃത്യമായ പോലീസ് അന്വേഷണം നടക്കണം. ആ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെടുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ശരി.